നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഹിസ്റ്ററി യൂറോപ്യന്മാർ ചരിത്രത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അവന്റെ കഥ, അവനെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഥ, മനുഷ്യന്റെ ഭൂതകാലത്തെ കഥ, അതാണ് ഹിസ്റ്ററി ആയിട്ട്. അത് അവന്റെ മാത്രമാണോ? ചരിത്രം എന്നത് അവളുടേത് കൂടിയല്ലേ? പക്ഷെ അവളുടേത് കൂടിയായ ഒരു ചരിത്ര കഥയുണ്ട്. സത്യമാണോ വെറും പ്രചരണമാണോ എന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു കഥ, നങ്ങേലിയുടെ കഥ. മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സവർണ മുഷ്കിന് മുഖത്തേക്ക് സ്വന്തം മാറ് അരിഞ്ഞ് എറിഞ്ഞ ഒരു അവർണയായിട്ടുള്ള നങ്ങേലിയുടെ കഥ. ഇതിൽ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആരും എന്നെ സവർണനായി മുദ്ര കുത്തണ്ട. നിങ്ങളുടെ ജാതിപരമായ ഗവൺമെന്റിന്റെ കണക്കിൽ ഞാനൊരു അവർണനാണ്. അതുകൊണ്ട് എന്നെ സാമുദായികപരമായിട്ട് ആരും മുദ്ര കുത്തരുത് ഈ വീഡിയോ കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ആ നങ്ങേലിയുടെ കഥ വീഡിയോ ആയി ചിത്രീകരിച്ച ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. Legend says in 1803, Nangeli cut off her breasts and presented them to the upper caste tax collector on a plantain leaf when they demanded that a tax be paid by low caste women if they wished to cover their breasts in public. She became one of the first female revolutionaries from the kingdom of Travancore, inspiring more people to defy this demonic law. Nangeli later died of blood loss in the incident. സത്യത്തിൽ ഈ കഥയിൽ, ഈ ചരിത്ര കഥയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? മുലക്കരം എന്നത് മാറുമറക്കാനുള്ള അവകാശത്തിന് സവർണർക്ക് ഇല്ലെങ്കിൽ ഭൂവുടമകൾക്ക് ഇല്ലെങ്കിൽ അധികാരികൾക്ക് അവർണ സ്ത്രീകൾ നൽകേണ്ടിയിരുന്ന ഒരു നികുതിയാണോ? മുലക്കരം എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് ധനികരായ പ്രമുഖരായ സ്ത്രീകൾ നൽകേണ്ട നികുതിയാണ് മുലക്കരം. തലക്കരം എന്നത് അത്തരത്തിലുള്ള പുരുഷന്മാർ നൽകേണ്ട നികുതി എന്നാണ്. പക്ഷെ ഇവിടെ ഇത് ബോധപൂർവം സമൂഹത്തിലേക്ക് ഇന്നും ഇത് ആവർത്തിച്ച് പല വേദികളിലും ഇത് ആവർത്തിച്ച് പ്രസംഗിക്കുന്നത് മറ്റ് ചില വംശങ്ങളെ, മറ്റ് സമൂഹങ്ങൾ, മറ്റ് ചില സമുദായങ്ങളെ ഒക്കെ അവഹേളിക്കുവാനാണ് എന്നുള്ളതാണ് എന്നെ ഏറെ ചിന്തിപ്പിക്കുന്നത്. ഇത് ഇത്തരം ഒരു നുണയാണെന്നാണ് ഞാനിത് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കും നിങ്ങളുടെ യുക്തി പോലെ തീരുമാനിക്കാം. ആരുടെയും വിഷലിപ്തമായ പ്രചരണങ്ങൾക്ക്, നുണപ്രചരണങ്ങൾക്ക് നമ്മൾ വംശവദരാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത് മലബാർ മാനുവൽ എന്ന പുസ്തകമാണ്. 1887 വില്യം ലോഗൻ എന്ന് പറഞ്ഞൊരു സായിപ്പ് എഴുതിയതാണ്. നമ്മളെ ചരിത്രമൊക്കെ പഠിക്കുന്നവർക്ക്, രാഷ്ട്രീയ മേഖലയിലും ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പുസ്തകമാണിത്. കാരണം ഇത് നമ്മുടെ നാടിൻ്റെ പൂർവ്വകാല ചരിത്രത്തെ കോറിയിടുന്നതാണ്, കുറിച്ചു വയ്ക്കുന്നതാണ്. കൃത്യമായിട്ട് 1800കളിലും മറ്റും എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം എന്നുള്ളത് കൃത്യമായിട്ട് വരച്ചിട്ടിട്ടുണ്ട്. ചിലതൊക്കെ അതിശയോക്തിയാണെങ്കിലും പക്ഷേ ഞാനിപ്പോൾ ഈ പുസ്തകം എടുക്കാൻ കാരണം എന്നെ അതിശയിപ്പിച്ച, എന്നാൽ ചില കേരളത്തിലെ ചില ആളുകളുടെയൊക്കെ വാദങ്ങളെ അങ്ങേയറ്റം ഖണ്ഡിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇത് മാതൃഭൂമിയാണ് ഇത് പുനഃപ്രസിദ്ധീകരിച്ചിരുന്നത്. ഇംഗ്ലീഷിലായിരുന്ന പുസ്തകം നമ്മളെ മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ എന്നെ വളരെ ഞെട്ടിക്കുന്ന, എന്നാൽ അതേപോലെ തന്നെ ചില ചിത്രങ്ങളെ, ചില ചിന്തകളെ, നമ്മളെ ചില ധാരണകളെ തിരുത്തി കുറിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം. ഞാൻ വായിച്ചുതരാം. അത് 109 പേജിലാണ് ഉള്ളത്. ജനങ്ങൾ എന്ന് പറയുന്ന ഇതിൻ്റെ അധ്യായത്തിലാണ് ഉള്ളത്. നായന്മാരുടെ ദേശീയ ഉടുപ്പ് ഒരു കഷ്ണം തുണിയാണ്. സ്ത്രീകൾ മേന്മ കൂടിയ വെളുത്ത മുണ്ട് അര ചുറ്റി മുട്ടറ്റം എത്തും വിധം ഉടുക്കുന്നു. ചിലപ്പോൾ ദൂരയാത്ര പോകുമ്പോൾ മറ്റൊരു മുണ്ട് മാറുമറച്ച് തോളത്തിടുന്നു. ജാത്യാചാര പ്രകാരം നായർ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല. അവരുടെ ജാതിപരമായിട്ടുള്ള ആചാരപ്രകാരം നായർ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ വില്യം ലോഗൻ, അന്നത്തെ ചരിത്രം പഠിച്ച വില്യം ലോഗൻ എഴുതി വച്ചിരിക്കുന്നത്. മേൽമുണ്ട് ഇടുന്നത്, അതായത് മാറുമറയ്ക്കുന്നത് താണജാതിയെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും നാണമില്ലായ്മയും മാനാഭിമാനത്തെ സംബന്ധിച്ച പാശ്ചാത്യ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാണത്. പാശ്ചാത്യർക്ക് മറക്കാതിരിക്കുന്നതാണ് നാണക്കേട്. അപ്പോൾ വില്യം ലോഗൻ എഴുതി വച്ചത്, ഈ ചരിത്ര പുസ്തകം പറയുന്നത്
സവർണ നായർ ഉപരി മുകളിലുള്ള ആളുകൾ മാറ് മറയ്ക്കുന്നത് നാണക്കേടായി കണ്ടിരുന്നു. താഴ്ന്ന ജാതിയിലുള്ള ആളുകളാണ് മാറ് മറച്ചിരുന്നത് എന്ന്. നോക്കൂ, മാറ് മറയ്ക്കുക എന്നുള്ളത് ഇന്നും ചിന്തിക്കാൻ കഴിയാത്ത നമ്മുടെ മുത്തശ്ശിമാർ, പാലക്കാടൻ പ്രദേശങ്ങളിലൊക്കെ നമ്മളെ മുത്തശ്ശിമാരുണ്ട്, ഒരുപാട് പേര് ഇന്നും മാറ് മറയ്ക്കാതിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ്റെ വരവോടുകൂടിയാണ് ഈ സ്തനങ്ങൾ എന്നുള്ളത് കേവലം മുലയൂട്ടുന്ന ഒരു ദിവ്യമായ അവയവം എന്നതിലുപരി ഒരു ലൈംഗിക അവയവമായി പരിഗണിക്കപ്പെടാൻ തുടങ്ങിയതും അത് മറക്കാതിരിക്കുന്ന സദാചാര ചിന്തകൾക്ക് വിരുദ്ധമാണെന്നുള്ള ചിന്താഗതി നമ്മളിലേക്ക് എത്തിപ്പെടുകയും കേരളത്തിൽ ചെയ്തത്. പക്ഷെ പിന്നീട് ഈ മാറുമറക്കലൊക്കെ അവനവന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഈ നങ്ങേലിയുടെ കഥ ഉയർത്തിക്കൊണ്ടുവരികയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ ചാനാർ സ്ത്രീകളുടെ സമരത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല. അതെല്ലാം യൂറോപ്യന്മാരുടെ ഒരു ആഗമനത്തിന് ശേഷമുണ്ടായ കാര്യങ്ങളാണ്. പക്ഷെ പൂർവ്വകാലത്ത് നോക്കൂ, ഇതാണ് വില്യം ലോഗന്റെ മലബാർ മാനുവൽ. ഇത് ഒരു ആധികാരിക ചരിത്രരേഖയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചരിത്രരേഖയിൽ കൃത്യമായിട്ട് അദ്ദേഹം കോറിയിട്ടിരിക്കുന്നു, സവർണരാണ് മാറ് മറയ്ക്കാതിരുന്നത്. അവർണ സ്ത്രീകൾ മറയ്ക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. 1800-കളിൽ അദ്ദേഹം ഈ എഴുതിയത് 1876 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ സവർണർ മാറ് മറയ്ക്കാതിരിക്കുക, അവർണർ അതായത് മാറ് മറയ്ക്കുന്നത് അവരുടെ ജാതിയിൽ താഴ്ന്നവരാണ് മാറ് മറച്ചിരുന്നത് എന്നുള്ള ചിന്താഗതി സവർണരിൽ ഉണ്ടായിരുന്നു എന്നാണ് വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന ഈ ചരിത്ര പുസ്തകം നമ്മോട് പറയുന്നത്. ഇതിൽ നിന്ന് എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വായനകളിലൂടെയും നിഗമനങ്ങളിലൂടെയുമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ, ചരിത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ, അവരുടെ രാഷ്ട്രീയത്തിലൂടെ, രാഷ്ട്രീയ ആശയങ്ങളിലൂടെയല്ല നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ പൂർവ്വകാലത്തെ കുറിച്ച് പഠിക്കേണ്ടത്, നമ്മളെ പൂർവ്വകാല ഗരിമയെക്കുറിച്ച് അഭിമാനം കൊള്ളേണ്ടത്, അതിനെക്കുറിച്ച് ജാള്യത തോന്നേണ്ടത് നമ്മുടെ പഠന നിരീക്ഷണങ്ങളിലൂടെ ആയിരിക്കണം. അതുകൊണ്ട് കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പഠിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും വാക്കുകളിലോ ആരുടെയെങ്കിലും രാഷ്ട്രീയ ചിന്തയ്ക്കോ അടിമപ്പെടാതെ നിങ്ങളുടെ സ്വന്തമായ കണ്ടെത്തലുകളിലൂടെ, പഠനങ്ങളിലൂടെ മാത്രം കൃത്യമായി പഠിക്കുക, അത് പറയുക, അത് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കുക. നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഈ മാറുമറക്കൽ ഇതിനെക്കുറിച്ച്, മാറുമറക്കൽ ആ സംഭവങ്ങളെക്കുറിച്ച്, സമരങ്ങളെക്കുറിച്ച്, ചാനാർ സമരങ്ങളെക്കുറിച്ചോ മാറുമറക്കൽ സമരങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അറിവുകളും കമന്റുകളായി എൻ്റെ വീഡിയോക്ക് താഴെ ഇടണം. അത് എനിക്കും നിങ്ങൾക്കും മറ്റ് വായിക്കുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിർബന്ധിക്കുന്നില്ല, അത് നിങ്ങളുടെ ധാർമ്മികതയ്ക്ക് വിടുന്നു. നന്ദി, നമസ്കാരം.